Hi guys, welcome back to my channel. So today is another travel vlog. ഇന്ന് ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാണ്. കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി. I have already visited പോണ്ടിച്ചേരി, but that was with my family. ഒരു ഫാമിലി ഫംഗ്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള മെയിൻ സ്പോട്ടൊന്നും അങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റിയില്ല. സോ ഈ അടുത്ത് ഇൻസ്റ്റയിൽ പോണ്ടി ട്രെൻഡ് ആയപ്പോഴേക്കും എനിക്ക് കുറേ ആയിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന സ്ഥലമാണ്. ആൻഡ് അങ്ങനെ ഫ്രണ്ട്സിനോടും ഞങ്ങളുടെ ഗ്യാങ്ങിനോടൊക്കെ പറഞ്ഞ് സെറ്റാക്കി നമ്മൾ സെറ്റ് ചെയ്ത് ഇറങ്ങുവാണ്. ഇപ്പം ഞങ്ങൾ ഓൾറെഡി പാലക്കാടിലെത്തി. നമുക്ക് പോണ്ടിച്ചേരിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉള്ളത് ഈസ് ഫ്രം പാലക്കാട്. ആക്ച്വലി ഇവിടെ നിന്ന് 11 മണിക്കാണ് ട്രെയിൻ നമുക്ക് ഡയറക്റ്റ് പോണ്ടിക്ക്. അപ്പം നമ്മൾ വൈകിട്ട് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ പാലക്കാട് എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ പൊതിഞ്ഞ് എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഡിന്നർ കഴിക്കാൻ പോവാം. അപ്പോൾ ആക്ച്വലി ഇവിടെ എത്തണതിന് മുമ്പ് ട്രെയിനിൽ നിന്ന് എല്ലാവരും ബിരിയാണി കഴിക്കുന്ന സമയത്ത് നല്ല മണമായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ട് സന്ന ചേച്ചി? ബിരിയാണി കിട്ടോ? ഇത് ഇല്ല. പൊതിച്ചോറൊക്കെ നമ്മളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ട്രെയിൻ വന്നു, നമ്മൾ കയറി. അപ്പോൾ രാവിലെ പോണ്ടിയെത്തിയിട്ട് കാണാം. ബൈ ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റു. ഇപ്പോൾ നമ്മൾ വില്ലുപുരത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു മണിക്കൂറും കൂടി ഉണ്ട് ഇനി പോണ്ടിയിലേക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്രെഡും ബട്ടറും ജാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അത് കഴിക്കാൻ പോവാണ്. ആൻഡ് 1 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി എത്തിയിരിക്കുകയാണ്. സ്കൂട്ടർ റെൻറ്റിലെടുക്കാൻ പോവുകയാണ്. സ്കൂട്ടർ റെൻറ്റിനെടുത്താണ് നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ വണ്ടി വന്ന് അന്വേഷിച്ചപ്പോൾ വണ്ടി കാണിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോവുകയാണിപ്പോൾ. ഇപ്പോൾ ഞങ്ങൾ സ്കൂട്ടർ ഹണ്ടിങ്ങിലാണ്. ഇത് ഭയങ്കര പണിയുള്ളൊരു പ്രോസസ്സാണ്. ബിക്കോസ് എല്ലാവരും ഇവിടെ ഭയങ്കര റേറ്റാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം എത്ര മാത്രം ബാർഗെയിൻ ചെയ്യാൻ പറ്റും അത്ര മാത്രം ബാർഗെയിൻ ചെയ്യണം. നമ്മുടെ ഓൾമോസ്റ്റ് ഒരെണ്ണം ഇപ്പോൾ ഡീലായിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പോവാണ്. നമുക്ക് വണ്ടി സെറ്റായി. വണ്ടി കിട്ടി. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ലേ ഒറവിൽ എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇനി ഞാൻ ഇൻസൈഡ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെത്തി. നമ്മൾ ലേ ഒറവിൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് ബുക്ക് ചെയ്തത്. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇങ്ങോട്ട് കയറണമെങ്കിൽ ഇവിടെ ഓൾറെഡി റൂം എടുത്തിട്ടുള്ളവർക്ക് മാത്രം പറ്റുള്ളൂ. 2 പ്രോപ്പർട്ടീസ് ഇവിടെ ഉള്ളത്. ദ പ്ലേസ് ഇസ് ആക്ച്വലി ഗുഡ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. സോ യെസ്, കം വിത്ത് മീ. ഒരു ലോൺ ഏരിയ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. നമ്മളപ്പോൾ 3 റൂംസാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനി നെക്സ്റ്റ് ഞാൻ റൂം ടൂർ കാണിച്ചു തരാം എല്ലാവർക്കും. സോ യാ, ദിസ് ഇസ് ആർ റൂം. നമ്മൾ 4 പേരാണ് റൂമിലുള്ളത്. നമ്മൾ 4 പേരല്ല, നീ എന്താ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ആണ് ബാത്റൂം. ഹായ് ഗൈസ്. സോ ഇതാണ് ബാത്റൂം. ഗുഡ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പോകുന്നത് ഓറോവില്ലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഓറോവിൽ. അപ്പോൾ നമ്മൾ ഓറോവില്ല് ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ ഓർത്തു. സോ ദിസ് ഇസ് ജസ്ന ചേച്ചി. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ മന്ദിർ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് ഇൻസൈഡിലോട്ട് പോവാണ്.
കണ്ടു കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി ഇപ്പോൾ റെഡിയാവുകയാണ് അടുത്ത റൗണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. സോ ഗൈസ് നമ്മളെല്ലാവരും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് വൈറ്റ് ടൗൺ ഫ്രഞ്ച് കോളനി ആ ഏരിയയിലൊക്കെയാണ്. അപ്പോൾ അവിടെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഈവനിങ് സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്തു. ആൻഡ് ഡിന്നറും കൂടി കഴിച്ചിട്ട് തിരിച്ച് കയറും. അപ്പോൾ പോവുകയാണ് അങ്ങോട്ട്. നമ്മൾ ഇവിടെ വൈറ്റ് ടൗൺ എത്തി. ഇനിയിപ്പം നമ്മൾ നമ്മുടെ ഇതിലേക്ക് കിടക്കുവാണ്. ഫുള്ള് ഫോട്ടോ സെഷനാണ്. കോറമൻഡൽ കഫേയിലാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോറമൻഡൽ കഫേയിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഐ വിൽ ഷോ യു ഗൈസ്. ഇറ്റ്സ് എ റിയലി ഗുഡ് പ്ലേസ്. ഉള്ളിലെ എസ്തെറ്റിക്സ് ഇസ് റിയലി നൈസ്. നല്ല ഒരു ആംബിയൻസ് ആണ്. കഫേയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒന്ന് ബീച്ചിലോട്ട് വന്നിട്ടുമാണ്. നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് സ്വപ്നക്കോട് മൂവിയിലെ വീടാണ്. ഇപ്പം അതൊരു കഫേ ആക്കി. ഇത് സ്പോട്ട് കഫേന്ന്. ഇപ്പം അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുവാണ്. ഇതിന് ശേഷം റൂമിലേക്ക് പോകും. സോ ഗൈസ് ഇന്നത്തെ എല്ലാം കഴിഞ്ഞ് നമ്മളുടെ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ എണീറ്റു. അപ്പോൾ ഒന്ന് ബീച്ചിൽ പോകാമെന്ന് ഓർത്തു. എല്ലാവർക്കും ബീച്ചിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ച് കണ്ടിട്ട് പോകുന്നു. അപ്പോൾ ഇപ്പം നമ്മളൊന്ന് ബീച്ചിൽ ഇറങ്ങാൻ പോവുകയാണ്. തിരിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണ്. നമുക്കിപ്പോൾ ട്രെയിൻ ഉള്ളത് വെല്ലുപുരം എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ നിന്ന്. അത് ഇവിടെ നിന്ന് 1 മണിക്കൂറുണ്ട്. നമ്മൾ ബസ് വിളിച്ച് അങ്ങോട്ടേക്ക് പോകണത്. നമ്മൾ ആദ്യം ഇനി സ്കൂട്ടർ എടുക്കാൻ പോവാണ്. അതിന് ശേഷം ബസ് വിളിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ കറക്റ്റ് ടൈമായിരുന്നു. 1 മിനിറ്റെങ്കിലും ലേറ്റ് ആയെങ്കിൽ നമ്മുടെ ട്രെയിൻ മിസ്സായാനേ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഞങ്ങൾ 2 ദിവസം സ്പെൻഡ് ചെയ്തത്. ഭയങ്കര ഫാസ്റ്റിൽ പ്ലാൻ ചെയ്ത ട്രിപ്പാണ്, കുറച്ച് ടൈം കൊണ്ട്. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ കൂടി കഴിച്ചു. ഇനിയിപ്പോൾ ഡയറക്റ്റ് കൊച്ചിയിലേക്ക് തിരിക്കുവാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് യു ഗൈസ്. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.